ടോമിന്റെ സ്പീക്കിംഗ് കേട്ടിട്ട് കൊള്ളാം. ആ, ഒരു സുഖമൊക്കെ ഉണ്ട് അല്ലേ? അപ്പൊ ഒരു 8 ഇരിക്കട്ടെ. ജെറി, പറയുന്ന കേട്ടിട്ട് ഒരു രസക്കുറവ്. 5. അല്ലെങ്കിൽ വേണ്ട, ഒരു 5.5. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ IELTSന്റെ സ്പീക്കിംഗ് ഇവാലുവേഷൻ ഇങ്ങനെയാണ് എക്സാമിനേഴ്സ് ചെയ്യുന്നതെന്ന്? ഇഫ് യെസ്, ലെറ്റ് മീ ടെൽ യു, യു ആർ റോങ്. വെൽക്കം ടു another വീഡിയോ ഓഫ് ഹോല ലാംഗ്വേജ് ലാബ്. സ്പീക്കിംഗ് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത് 4 മാനദണ്ഡങ്ങളിലൂടെയാണ്. First one is fluency and coherence. Fluency means എത്രത്തോളം ഒഴുക്കിലാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾക്ക് എത്ര ഫ്ലുവൻ്റ് ആയിട്ട് ലാംഗ്വേജിനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. കോഹറൻസ് എന്താണ്? എത്രത്തോളം ലോജിക്കലി ആണ് നമ്മൾ നമ്മളുടെ തോട്ട്സിനെ സെൻറ്റൻസ് ആയിട്ട് ഒരാളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. സെക്കൻഡ് വൺ, ഇറ്റ്സ് ലെക്സിക്കൽ റിസോഴ്സസ്. സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞാൽ വൊക്കാബുലറി റേഞ്ച്. നമുക്കൊരു ഐഡിയാസ് ഉണ്ട്. ആ ഐഡിയാസിനെ വേർഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സഫീഷ്യൻ്റ് ആയിട്ടുള്ള വാക്കുകൾ നമ്മളുടെ കയ്യിൽ ഉണ്ടോ? അതിനെയാണ് ലെക്സിക്കൽ റിസോഴ്സസ് സൂചിപ്പിക്കുന്നത്. തേർഡ് വൺ ഇസ് ഗ്രമാറ്റിക്കൽ റേഞ്ച് ആൻഡ് ആക്യുറസി. ഇവിടെയാണ് നമ്മളുടെ സെൻറ്റൻസ് സ്ട്രക്ചറിങ്, ടെൻസസ് എല്ലാത്തിനെയും വിലയിരുത്തുന്നത്. ഫോർത്ത് ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഇസ് പ്രൊനൗൺസിയേഷൻ. എത്രത്തോളം കറക്റ്റായിട്ടാണ് നമ്മൾ ഓരോ വാക്കിനെ ഉച്ചരിക്കുന്നത്. And do not confuse pronunciation with accent. ബ്രിട്ടീഷ്, അമേരിക്കൻ, ഓസ്ട്രേലിയൻ ആക്സെൻസ് ഒന്നും വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. വാക്കുകളുടെ കറക്റ്റായിട്ടുള്ള ഉച്ചാരണം മാത്രമായിരിക്കും ഇവിടെ നോക്കുന്നത്. ഈ ഓരോ മാനദണ്ഡങ്ങളെയും 9 IELTS വിലയിരുത്തുക. ഇവയുടെ ആവറേജ് ആയിരിക്കും നിങ്ങളുടെ സ്പീക്കിംഗ് ബാൻഡ് സ്കോർ. ഈ ബാൻഡ് ഡിസ്ക്രിപ്റ്റേഴ്സിനെ കുറിച്ച് ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് ഡീറ്റെയിൽ ആയി സംസാരിക്കാം. ഫോർ മോർ ഇൻഫർമേഷൻ, കോൾ